ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം കൊടിയിറങ്ങിയതോടെ സിറിയയ്ക്കു നേരെ നിറയൊഴിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ മറ്റൊരു ഗാസയാക്കി സിറിയയെ മാറ്റാനുള്ള ശ്രമത്തിലാണോ ഇസ്രയേൽ? എന്തിനാണ് ഇസ്രയേലിന് സിറിയയോട് ഇത്ര പക? സിറിയയെ തൊട്ടാൽ ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സംഭവമെന്നല്ലേ നമുക്ക് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. തെക്കൻ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യം വൻതോതിൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സിറിയയിലെ കമാൻഡ് സെന്ററുകളും ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളും ഉൾപ്പെടെ വിവിധ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. സിറിയയുടെ തെക്കൻ ഭാഗത്തുള്ള സൈനിക ശക്തികളുടെയും സ്വത്തുക്കളുടെയും സാന്നിധ്യം ഇസ്രയേൽ പൗരന്മാർക്ക് ഭീഷണിയാണെന്നും ഇസ്രയേൽ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് നേരെയുള്ള ഏതൊരു ഭീഷണിയും ഇല്ലാതാക്കുന്നതിനായി IDF പ്രവർത്തനം തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തെ പിന്തുണച്ച പ്രസ്താവനയും നടത്തി. സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും IDF നൽകിയിട്ടില്ലെങ്കിലും സിറിയൻ തലസ്ഥാനത്തിന് തെക്കുള്ള 2 സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഡമാസ്കസിന് മുകളിലൂടെയുള്ള യുദ്ധവിമാനങ്ങൾ പറന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡമാസ്കസിന് തെക്ക് പടിഞ്ഞാറുള്ള ഒരു സൈനിക യൂണിറ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രയേൽ വിമാനങ്ങൾ ആക്രമണം നടത്തിയതായി ധാരാ പ്രാവിശ്യയിലെ ഒരു സൈനിക സ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയതായും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥിരീകരിച്ചു. ദക്ഷിണ സിറിയയുടെ സമ്പൂർണ്ണ സൈനികവൽക്കരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഞായറാഴ്ചയിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. ഖുനൈത്രെ, ധാര, സുവൈദ പ്രവിശ്യകളിലാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ ഉണ്ടായതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. HTS സംഘടനയിൽ നിന്നോ പുതിയ സിറിയൻ സൈന്യത്തിൽ നിന്നോ ഉള്ള സൈന്യത്തെ ഡമാസ്കസിന് തെക്കുള്ള പ്രദേശത്തേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അസദിനെ പുറത്താക്കിയ അതേ ദിവസം തന്നെ 1974 മുതൽ നിലവിലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിനെയും സിറിയൻ സൈന്യത്തെയും വേർതിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പെട്രോളിംഗ് നടത്തുന്ന ഒരു ബഫർ സോണിലേക്ക് ഇസ്രയേൽ സൈന്യം അതിക്രമിച്ച് കയറിയിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ നടപടികളെയും സിറിയൻ പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റത്തെയും അപലപിച്ച് അവരുടെ ആക്രമണവും നിയമലംഘനങ്ങളും നിർത്താൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സിറിയ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വിമത സംഘടനകളുടെ ആവശ്യങ്ങളെ പാടെ തള്ളിയാണ് ഇസ്രയേൽ സിറിയയിൽ വ്യാപകമായി വ്യോമാക്രമണം നടത്തുന്നത്. ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം വെടിനിർത്തൽ കരാറിലൂടെ പരിഹരിച്ചതിനു പിന്നാലെ ഈ ഇസ്രയേൽ എന്തിനുള്ള പുറപ്പാടാണ് എന്ന് തോന്നും വിധത്തിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്താണ് സിറിയയോട് ഇസ്രയേലിന് ഇത്ര താല്പര്യം എന്ന് നോക്കിയാലോ? സിറിയയിൽ ഇസ്രയേലിന്റെ സമീപകാല സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. ഡമാസ്കസിന് ചുറ്റുമുള്ള ലക്ഷ്യങ്ങളും ദറാ പ്രാവിശ്യവും ഉൾപ്പെടെ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. തെക്കൻ സിറിയയുടെ സമ്പൂർണ്ണ സൈനികവൽക്കരണം എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ബഷർ അൽ അസദിനെ പുറത്താക്കിയതോടെ അവശേഷിച്ച അധികാരശൂന്യത ഉപയോഗിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന അതായത് IDF സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയും സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയ്ക്കുള്ളിലെ പുതിയ ഔട്ട്പോസ്റ്റുകൾ നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു. പ്രദേശത്തിന്റെ സൈനികവൽക്കരണം ഉറപ്പാക്കാൻ ഇസ്രായേൽ സൈന്യം അനിശ്ചിതകാലത്തേക്ക് സിറിയയിൽ തുടരുമെന്ന് നെതന്യാഹു സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇതിന് മറുപടിയായി ഹയാത്ത് തഹ്രീർ അൽ-ഷാം അതായത് HTS വിമത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള സിറിയയുടെ പുതിയ സർക്കാർ ഇസ്രായേലി നടപടികളെ പരമാധികാര ലംഘനമാണെന്ന് വിളിക്കുകയും ഉടനടി പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തു. HTSന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ പ്രതിപക്ഷം അസദ് ഭരണകൂടത്തിനെതിരെ ഒരു വലിയ ആക്രമണം ആരംഭിക്കുന്നു. ഈ ആക്രമണം അതിന്റെ പതനത്തിലേക്കാണ് നയിച്ചത്. ഈ മാറ്റം ഇസ്രയേലിനെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് അതിർത്തികൾക്ക് സമീപം ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് ഇസ്രയേൽ വ്യാകുലപ്പെടാൻ ആരംഭിക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് സിറിയയുടെ ഭൂരിഭാഗം പ്രദേശവും ഇപ്പോൾ അൽ-ഖ്വയ്ദയുടെയും അതുപോലെ തന്നെ ISISന്റെയും നിയന്ത്രണത്തിലാണ് എന്നാണ്. ഇതാണ് അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ചരിത്രപരവും രാഷ്ട്രീയവും സുരക്ഷാപരവുമായ ഘടകങ്ങളുടെ സങ്കീർണമായ മിശ്രിതത്തിലാണ് ഇസ്രയേലും സിറിയയും തമ്മിലുള്ള സംഘർഷങ്ങൾ വേരൂന്നിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പതിറ്റാണ്ടുകളായി ഈ പ്രശ്നങ്ങൾ പരിണമിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമാധാനപരമായിരുന്നില്ല എന്നതാണ് സത്യം. ചരിത്രപരവും പ്രാദേശികവുമായ തർക്കങ്ങളെക്കുറിച്ച് നമുക്ക് തുടങ്ങാം. ഇസ്രയേലും സിറിയയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന ഉറവിടങ്ങളിലൊന്ന് ഗോലാൻ കുന്നുകളെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇസ്രയേലിന്റെ വടക്കു പടിഞ്ഞാറായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുക്കുന്നു. ഇതിനു മുൻപ് ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു. കൂടാതെ ഇതിന് സൈനികവും തന്ത്രപരവുമായ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഇസ്രയേലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്ന
ഒരു ഉയർന്ന സ്ഥാനം ഈ പ്രദേശം സിറിയയ്ക്ക് നൽകി. ഇത് ഇസ്രയേലിനെ വല്ലാതെ ഭയപ്പെടുത്തി. യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുന്നു. ഈ കൂട്ടിച്ചേർക്കൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്നും അത് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഒരു നിർണായകമായ പ്രാദേശിക സ്വത്തിന്റെ നഷ്ടം ചൂണ്ടിക്കാട്ടി ഗോലാൻ കുന്നുകൾ തിരികെ നൽകണമെന്ന് സിറിയ നിരന്തരം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി വിവിധ സമാധാന ചർച്ചകൾ നടന്നുവെങ്കിലും പ്രശ്നപരിഹാരത്തിൽ അതൊക്കെ പരാജയപ്പെട്ടു. ഇത് സ്ഥിതി പരിഹരിക്കപ്പെടാതെ വിടുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് ആക്കം കൂട്ടുകയുമാണ് ചെയ്തത്. സുരക്ഷാ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗോലാൻ കുന്നുകൾ ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, അത് ദേശീയ സുരക്ഷയുടെ കാര്യമാണ്. സിറിയയിൽ നിന്നോ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നോ സൈനിക നടപടികൾ ഉണ്ടായാൽ ഇസ്രയേലിന് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന ഈ ഉയർന്ന പ്രദേശം തന്ത്രപരമായ ഒരു നേട്ടമാണ് ഇവർക്ക് സമ്മാനിക്കുന്നത്. ഇസ്രയേലിനോട് ശത്രുതാ മനോഭാവമുള്ള സിറിയ ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് സൈനിക സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള നിരന്തരമായ ആശങ്കയ്ക്ക് കാരണമായി. ലെബനനിലെ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളെയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ഇറാനിയൻ പിന്തുണയുള്ള മിലിഷ്യകളെയും സിറിയൻ ഭരണകൂടം ചരിത്രപരമായി പിന്തുണച്ചവരാണ്. ഈ സഖ്യങ്ങൾ ഇസ്രയേലിന്റെ ഭയം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി പറയാനുള്ളത് ഈ മേഖലയിലെ ഇറാന്റെ പങ്കിനെ കുറിച്ചാണ്. സമീപ വർഷങ്ങൾ സിറിയയുമായുള്ള ഇസ്രയേലിന്റെ ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇറാന്റെ ഇടപെടലായിരുന്നു. 2011 സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ സിറിയയിൽ സൈനികമായും സാമ്പത്തികവുമായും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനും ടെഹ്റാൻ മുതൽ ഇറാഖ്, സിറിയ വഴി ലെബനനിലെ ഹിസ്ബുള്ള വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പിന്തുണ ഇടനാഴി സൃഷ്ടിക്കുന്നതിനും ഇറാൻ സിറിയയെ ഒരു താവളമായി ഉപയോഗിച്ചു. ഇത് തടയുന്നതിനായി ഇറാനും സഖ്യകക്ഷികൾക്കും പ്രയോജനകരമായേക്കാവുന്ന ആയുധ കയറ്റുമതികളും സൈനിക സ്ഥാപനങ്ങളും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സിറിയയുടെ ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ നിരവധി വ്യോമാക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധവും അതിന്റെ അനന്തരഫലങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. 2011 സിറിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുകയും ഇസ്രയേലും സിറിയയും തമ്മിലുള്ള ഇതിനകം പിരിമുറുക്കമായ ബന്ധം കൂടുതൽ വഷളാക്കുകയുമാണ് ചെയ്തത്. സിറിയയുടെ ആഭ്യന്തര സംഘർഷത്തിൽ ഇടപെടരുതെന്ന നയം ഇസ്രയേൽ നിലനിർത്തിയെങ്കിലും പ്രത്യേകിച്ച് ഇറാനിയൻ പിന്തുണയുള്ള സേനകളും ഹിസ്ബുള്ളയും ഇസ്രയേൽ അതിർത്തിക്ക് സമീപം പ്രവർത്തിക്കുന്ന തെക്കൻ സിറിയയിലെ സംഭവ വികാസങ്ങൾ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു പോന്നു. ഇത് ഇസ്രയേൽ സേനയും സിറിയൻ അല്ലെങ്കിൽ ഇറാനിയൻ പിന്തുണയുള്ള സേനകളും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി. ഇത് ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇസ്രയേലിന്റെ ആശങ്കകളിൽ സിറിയയുടെ സഖ്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇറാൻ, ഹിസ്ബുള്ള എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട്. ഇസ്രയേൽ സിറിയൻ സംഘർഷത്തെ ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയില്ല. ഇത് മിഡിൽ ഈസ്റ്റിലെ സ്വാധീനത്തിനായുള്ള വിശാലമായ പ്രാദേശിക പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇറാനുമായുള്ള സിറിയയുടെ അടുത്ത ബന്ധം ഇസ്രയേലിനെ മേഖലയിൽ ആധിപത്യത്തിനായിട്ടുള്ള ഒരു വലിയ തന്ത്രപരമായ മത്സരത്തിലേക്കാണ് നയിച്ചത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ പിന്തുണയും അതിന്റെ ആണവ അഭിലാഷങ്ങളും ഇസ്രയേലിന്റെ നിലപാടിന് മറ്റൊരു സങ്കീർണതയാണ് നൽകിയത്. കൂടാതെ അസദിന്റെ ഭരണകൂടത്തെ പിന്തുണച്ച റഷ്യ പോലുള്ള മറ്റ് ആഗോള ശക്തികളുടെ ഇടപെടൽ മേഖലയിൽ ഒരു ദുർബലമായ അധികാര സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇസ്രയേൽ റഷ്യയുമായി പ്രായോഗിക ബന്ധം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും സിറിയയിലെ റഷ്യൻ സൈനിക സേനയുടെ സാന്നിധ്യം പ്രദേശത്തെ ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങളെ സങ്കീർണമാക്കുന്ന ഒന്നായിരുന്നു. സിറിയ അതിന്റെ തിരിച്ചുവരവ് ആവശ്യപ്പെടുകയും ഇസ്രയേൽ തന്ത്രപരമായ പ്രതിരോധത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സിറിയയിൽ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഒരു പുതിയ പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രയേൽ ഈ സഖ്യങ്ങളെ അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത്. സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളെ കൂടുതൽ ആഴത്തിലാക്കിയിരിക്കുകയാണ്. ഭാവിയിലെ പരിഹാരത്തിനുള്ള സാധ്യതകൾ പോലും കുറയ്ക്കുന്ന ഒന്നാണ് ഇത്. പ്രാദേശിക ചലനാത്മകതയിൽ കാര്യമായ മാറ്റമോ ഗോലാൻ കുന്നുകളെക്കുറിച്ചുള്ള ഒരു കരാറോ ഉണ്ടാകുന്നതുവരെ ഇസ്രയേൽ സിറിയൻ സംഘർഷം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്രയേൽ സിറിയൻ സംഘർഷത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.